ഞാൻ ബിഗ് ബോസിന് ഫസ്റ്റ് ഇതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഫസ്റ്റ് എൻട്രിക്ക് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റ് മിസ് ആയാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഉത്തരവില്ല. ഇവരാദ്യമായിട്ടാണ് ചോണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാ. എന്റെ അമ്മ പറഞ്ഞു നിനക്ക് ആദ്യം പോയിരുന്നില്ല ഈ രണ്ടാങ്ങളമാരുടെ കൂടെ ഞാൻ 3:30 എത്തിയ ആളാണ് ഞാൻ. പറഞ്ഞെടുക്ക എന്താ പറയാനുള്ളത്? ഫ്ലൈറ്റ് മിസ്സായിപ്പോ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ആക്ച്വലി ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇത്തിരി ഡിലേ ആയി പോയി. അതുകൊണ്ടാണ് ഫ്ലൈറ്റ് മിസ്സായി. പിന്നെ കട്ട ബ്ലോക്ക് ആയിരുന്നു വരുന്ന വഴിക്ക്. പിന്നെ നമ്മൾ മാക്സിമം സ്പീഡ് പിടിച്ചു. ഉണ്ട് ഒരു 1.5 hour അത്രേ ഉള്ളൂ. ഒരു 8:30 ഞങ്ങൾ തിരിച്ചു കയറും. ജസ്റ്റ് ഒന്ന് പുറത്തു പോയി. എന്തായാലും കുറച്ച് ലേറ്റ് ആയില്ലേ, ഒന്ന് പുറത്ത് ഫുഡൊക്കെ അടിച്ച് തിരിച്ചു കയറാന്ന് വിചാരിച്ചു. ചില്ലായിട്ട് കയറാം. ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന 2ാം തവണ. എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത്. ഇപ്പൊ എന്റെ ഇത് 3ാമത്തെ ഫ്ലൈറ്റാ. എനിക്ക് ആദ്യമായിട്ട് മിസ്സാകുന്നത്. പിന്നെ മിസ്സായി എവിക്റ്റ് ആയപ്പോഴത്തേക്കുള്ള സങ്കടം മിസ്സാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് വല്ല കുഴപ്പമൊന്നുമില്ല. വിളിച്ചു പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അവിടെ ഇപ്പൊ നമ്മള് തിരിച്ച് കയറിയാൽ മതിയല്ലോ, വലിയ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ. അതെ നമ്മൾ ഹൗസിൽ കയറുന്നത് മേ ബി 6 ദിവസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല, വലിയ സീനൊന്നും ഇല്ല. എന്താ പറയാനുള്ളത്? ഫ്ലൈറ്റ് മിസ്സായതിന്റെ കൊടുക്കണം മാത്രമേ പറയുള്ളൂ. എന്തുകൊണ്ട് ഫ്ലൈറ്റ് മിസ് ആവാൻ കാരണം അതൊന്നും പറയൂല. കപ്പ് സിജോക്ക് കൊടുക്കണം. ഫ്ലൈറ്റ് മിസ് ആയത് ജനങ്ങളുടെ മനസ്സിലാകാൻ കപ്പ്. നമുക്കത് ജനങ്ങളുടെ കപ്പ് നമുക്ക് ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫ്ലൈറ്റ് മിസ് ആയത് സായി സിജോ എന്ന 2 വ്യക്തികൾ കാരണമാണ് എന്റെ ഫ്ലൈറ്റ് മിസ് ആയത്. എന്റെ കുഞ്ഞു മനസ്സ് ആരോട് പറയാൻ, ആര് കേൾക്കാൻ. എന്നിട്ടും ഫ്ലൈറ്റ് മിസ് ആയിട്ട് അവിടെ നിന്ന് മൂലയ്ക്ക് പോയി ചായ കുടിക്കുന്നു. ഓൾറെഡി ഞാൻ ഫസ്റ്റ് എൻട്രി കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പോയ സമയത്ത് എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. എന്നിട്ട് ഞാൻ അടുത്ത ഫ്ലൈറ്റ് ഹൈദരാബാദ് പോയി അവിടുന്ന് ചെന്നൈ പോയതാണ്. ഇവർക്ക് ഫസ്റ്റ് ടൈം ആവും. ഞാൻ സ്ഥിരം പരിപാടി വിളിച്ചു പറഞ്ഞു, നന്ദു സായിന് വേണമെങ്കിൽ വിളിച്ച ഫ്ലൈറ്റ് മിസ്സാവും. അതുപോലെ തന്നെയായി. അടി കൊടുക്കും. കഴിഞ്ഞിട്ട് വേറൊന്നുമല്ലോ. നമ്മൾ ഈ ബിഗ് ബോസ് വേണ്ട നമ്മുടെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് ഫിനാലെ കഴിയുമ്പോൾ സംസാരിക്കാമല്ലോ. ഇപ്പൊ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാലെ അത് ഇതല്ലേ. ഓക്കെ ബ്രോ. മേക്കപ്പ് ഉണ്ടോ ചേട്ടാ? യഥാർത്ഥ സത്യം പറയാലോ, നന്ദനയുടെ മേക്കപ്പിനാണ് സമയം പോയി. 1/2 മണിക്കൂർ ഏതോ സ്റ്റുഡിയോ മേക്കപ്പ്. കുറച്ചു ഞാൻ വേറെ പറയട്ടെ. ടിഷ്യൂ പേപ്പർ